അങ്ങനെ കാത്തിരുന്ന് മാരുതി സുസുക്കിയുടെ പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനമായിട്ടുള്ള ബലീനോയുടെ ഫേസ് ലിഫ്റ്റ് 2026 സെപ്റ്റംബർ 5-ാം തീയതി ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെ വ്യത്യാസമാണ് പുതിയ ബലീനോയിൽ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് റിസർച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. വാങ്ങാൻ പരിഗണിക്കുന്ന വാഹനങ്ങളുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ബലീനോ കൺസിഡർ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ കണ്ട് വിലയിരുത്തിയതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറച്ച് കാലമായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് കുറച്ചധികം വാഹനങ്ങൾ വരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പല വീഡിയോസിലും ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ GSTയുടെ ബെനിഫിറ്റ് മാക്സിമം വാഹന നിർമ്മാതാക്കൾക്ക് ലഭിച്ചു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ ഒരു ഗുണം നമ്മൾ കസ്റ്റമേഴ്സിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അതൊക്കെ മൈൽഡായിട്ടുള്ള ഫേസ് ലിഫ്റ്റുകൾ കൊണ്ടുവന്ന് അവർ മാറ്റും. ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. 2026 സെപ്റ്റംബർ 5-ാം തീയതി മാരുതി സുസുക്കിയുടെ പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനമായിട്ടുള്ള ബലീനോ, അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണ്. എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടുള്ള പ്രത്യേകതകളൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഭയപ്പെടുന്നത് പോലെ 4 സിലിണ്ടർ K12N എന്ന് പറയുന്ന എഞ്ചിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 3 സിലിണ്ടർ Z12E എന്ന് പറയുന്ന എഞ്ചിനെ കൊണ്ടുവരുമോ എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. പേഴ്സണലി ഞാനത് വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പം കമ്പനിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ തന്നെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു മാറ്റമായിരിക്കാം. കാരണം ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്ന B2 സെഗ്മെൻറ്റിൽ വരുന്ന ഈ ഒരു വാഹനത്തിന് ഏറ്റവും i20 പോലെയുള്ള വാഹനമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഈ ഒരു വാഹനത്തിന് 4 സിലിണ്ടർ എഞ്ചിൻ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള K12N എന്ന് പറയുന്ന 4 സിലിണ്ടർ എഞ്ചിൻ നിലനിർത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇനി അങ്ങോട്ട് 2028 സ്റ്റാർട്ടിങ് മുതൽ 2028 ഒരു മിഡ് ആ ഒരു സമയത്ത് ഒരു പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ മാരുതി സുസുക്കിയുടെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വാഹനങ്ങൾ വരുന്നുണ്ടായിരിക്കും. അതിലൊരു വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കി ബലീനോ തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ, കാരണം 2026 സ്റ്റാർട്ട് ചെയ്തു, 2028 എന്ന് പറയുന്നത് അധിക ദൂരമില്ല. ആ ഒരു സമയത്ത് ഈ ഒരു വാഹനത്തിൽ 3 സിലിണ്ടർ എഞ്ചിൻ കൊണ്ടുവന്നാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിന് വളരെയധികം നിരാശ ഉണ്ടാക്കും. കാരണം ഇനി അങ്ങോട്ട് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലാണ് വാഹനങ്ങൾ വരുന്നത്. അവിടെ ഒരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ Z12E എന്ന് പറയുന്ന എഞ്ചിൻ തന്നെയാണ്. പക്ഷേ ഡിസൈൻ ലാംഗ്വേജിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. നിലവിലുള്ള ഡയമെൻഷൻസിനോ കാര്യങ്ങൾക്കോ യാതൊരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. ലെങ്ത് 3990 മില്ലിമീറ്റർ തന്നെയായിരിക്കും. വിഡ്ത്ത് എന്ന് പറയുന്നത് 1745 മില്ലിമീറ്ററാണ്. ഹൈറ്റ് 1500 മില്ലിമീറ്ററാണ്. വീൽ ബേസ് 2520 മില്ലിമീറ്ററാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 169 to 170 മില്ലിമീറ്റർ. അതാണ് അതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ പ്രശ്നം. എപ്പോഴും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ. അത് അൺലാഡൻ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് പറയുന്നത്. ടയർ സൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം 15 ഇഞ്ചിൻ്റെയും ഉണ്ട്. അത് മാത്രമല്ല 16 ഇഞ്ച് ടോപ്പ് എൻഡിലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 318 ലിറ്ററാണ്. അപ്പം ഈ ഒരു കാര്യത്തിലൊന്നും യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാകാൻ സാധ്യതയില്ല. അലോയ് വീലിൻ്റെ പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കാം. അത് നോർമലി ഇത്തരത്തിലുള്ള മൈൽഡ് ഫേസ് ലിഫ്റ്റിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യ കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. കുറച്ചും കൂടെ സ്ലീക്കാക്കി മാറ്റും. അതായത് ഈ പറയുന്ന ആ എയർ ഡാമിൻ്റെ അവിടെയുള്ള ആ ഗ്രില്ല് കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലീക്കാക്കി മാറ്റും. അത് മാത്രമല്ല അതിന് കുറുകെ ഒരു ക്രോമിൻ്റെ ഇൻസേർട്ടും കൂടെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു i20യുടെ ഒരു ഛായയിലേക്ക് ഈ ഒരു വാഹനത്തെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അല്ലാതെ ഇതിൻ്റെ എൻ്റയർ ഷെൽ സ്ട്രക്ചറിന് ഒരു വ്യത്യാസവും ഉണ്ടാകില്ല. ഇത്തരം ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത്. ഒരു സിംഗിൾ പെയിൻ സൺറൂഫിൻ്റെ സാധ്യത തീർച്ചയായിട്ടും അവിടെയുണ്ട്. അഡാസ് ഒന്നും എന്തായാലും ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 6 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ്. AMT തന്നെ നിലനിർത്തും. ഒരിക്കലും CVT ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. മാരുതി സുസുക്കിയുടെ ഫേസ് ലിഫ്റ്റുകളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതിലും DRLസിലും ചെറിയ ഒരു മാറ്റം തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്പെഷ്യലി DRLൻ്റെ കാര്യത്തിലാണ്. അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ടെയിൽ ലൈറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. മൊത്തത്തിൽ ഫ്രണ്ട് ഗ്രില്ലിലും അത് മാത്രമല്ല അലോയ് വീലിലും ചെറിയ ഒരു വ്യത്യാസമുണ്ടായിരിക്കും. ഇൻറ്റീരിയറിൻ്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. പക്ഷേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിരിക്കും. കൂടുതൽ മികച്ച UAയോടുകൂടി അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാരുതി സുസുക്കി കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനും മാരുതി സുസുക്കി ബലീനോയിൽ കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. നമുക്കറിയാം നിലവിലുള്ള K12N എന്ന് പറയുന്ന എഞ്ചിൻ 1197 cc എഞ്ചിനാണ്. നമുക്കറിയാം ആ ഒരു എഞ്ചിൻ 4 സിലിണ്ടർ എഞ്ചിനാണ്. 82 PS പവറാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 5500 to 5700 RPM അത് ജനറേറ്റ് ചെയ്യുന്നത്. 112 Nm ടോർക്ക്. അത് മാരുതി സുസുക്കിയുടെ ഒരു
RPM നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഈ ഒരു RPMലാണ് അവരുടെ മാക്സിമം പീക്ക് ടോർക്ക് പെട്രോൾ എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു 1.2 കാറ്റഗറിയിൽ വരുമ്പോഴത്തേക്കും 4300 RPMലാണ് ഈ ഒരു ടോർക്കായിട്ടുള്ള 112 ന്യൂട്ടൺ മീറ്റർ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓവറോൾ ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് ഒരു 925 കിലോഗ്രാമിനൊക്കെ അടുത്താണ്. അതങ്ങനെ തന്നെ നിലനിർത്തും, തീർച്ചയാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ, ഭയപ്പെടുന്നത് പോലെ സെറ്റൽ എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു സാധ്യത വളരെ വിരളമാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് 2026 സെപ്റ്റംബർ 5-ാം തീയതി, അതായത് ദേശീയ അധ്യാപക ദിനത്തിൻ്റെ അന്ന് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾക്ക് നിലവിലെ ബലീനോ അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തിലേക്ക് പോകാം. അല്ലാതെ അതിൻ്റെ ചേസിസിൽ അപ്ഡേഷൻ ഇല്ല, എഞ്ചിനിൽ അപ്ഡേഷൻ ഇല്ല, പുതിയ എഞ്ചിൻ വരുന്നില്ല. അതുമാത്രമല്ല, ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ 4 സിലിണ്ടറിൽ നിന്നും 3 സിലിണ്ടറിലേക്ക് പോകാനുള്ളൊരു സാധ്യത മാത്രമാണുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലി അത് വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ 4 സിലിണ്ടർ തന്നെ അവർ നിലനിർത്തും. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.